കരുവേലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനി മദ്യം ഉൽപ്പാദിപ്പിക്കാൻ എവിടെ നിന്നും വെള്ളം കണ്ടെത്തുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. മഴവെള്ളം സംഭരിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രായോഗികവുമല്ല. ഉയർന്ന മർദ്ദത്തിലുള്ള പെട്രോളിയം പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലത്ത് മഴക്കുഴി എടുക്കുന്നതിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ആകെ 24 ഏക്കർ സ്ഥലം മാത്രമാണ് ഒയാസിസ് കമ്പനിയുടെ കൈവശമുള്ളത്. ഇതിൽ കെട്ടിടം നിർമ്മിക്കാൻ തന്നെ വലിയൊരു അളവ് സ്ഥലം വേണം. ബാക്കിയുള്ള സ്ഥലത്ത് മഴക്കുഴി നിർമ്മിച്ച് അതിൽ നിന്ന് വെള്ളമെടുത്ത് മദ്യം ഉൽപ്പാദിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇത് പ്രായോഗികമല്ല. ഒയാസിസ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് വേണ്ട പ്രധാന അസംസ്കൃത വസ്തു വെള്ളമാണ്. എവിടെ നിന്നാണ് വെള്ളം ലഭിക്കുക എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് എക്സൈസ് മന്ത്രി ആവർത്തിച്ച് പറയുന്നു. മഴവെള്ള സംഭരണികളിൽ വെള്ളം ശേഖരിച്ച് അതിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യവും മന്ത്രി പറയുന്നു. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി, എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു മാതൃകകളില്ല. ഇന്ത്യ രാജ്യത്ത് മഴവെള്ളം കൊണ്ട് ഇതുപോലെ ഡിസ്റ്റിലറിയും ബ്രൂവറിയും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ പേരും എൻ്റെ അറിവിലില്ല. അത് അസാധ്യമാണ്, നടക്കാത്തൊരു കാര്യമാണ്. കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്കും തമിഴ്നാട്ടിലെ കരൂരേക്കും പോകുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പൈപ്പുകൾ ഒയാസിസിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഡീസലും പെട്രോളും പോകുന്ന പൈപ്പുകളുള്ള ഭാഗത്ത് ആഴത്തിൽ മഴക്കുഴിയെടുക്കുന്നത് അപകടകരമാണ്. ഒയാസിസ് കമ്പനി വന്നാൽ കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഞങ്ങൾ ഈ വെള്ളം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ മുഴുവൻ കൃഷി ഈ വെള്ളം കൊണ്ട് കഴിയുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വെള്ളത്തിന് ബുദ്ധിമുട്ടിക്കരുത്. ഒയാസിസിന് മദ്യോൽപാദനത്തിനായി വെള്ളം എത്തിച്ചു നൽകാൻ കഴിയില്ലെന്ന് വാട്ടർ അതോറിറ്റി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.